വീക്കെൻഡ് ആയാലും ഒന്ന് കോബാറിലേക്ക് ചാടും കേട്ടോ. വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ സിറാജിക്കായി വിളിക്കാനെന്ന പേരിൽ നമ്മൾ ദമാമിന്ന് കോബാറിലേക്ക് ചാടും. അവിടെ പോയി കറങ്ങിയടിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ ദമാമിന് വിടും. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ദമാമിലുള്ളൊരു കോബാറിലേക്കും കോബാറിലുള്ളൊരു ദമാമിലേക്കും വീക്കെൻഡ് ഒരു പ്രാവശ്യം ഒരു കറക്കം കാണും. സിറാജിക്കായി ഞങ്ങൾ നേരെ മോഹിനിയാട്ടം സിനിമ കാണാൻ വേണ്ടി ലുലുമാളിൽ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് പാർക്കിലേക്കാണ്. ഓരോ റൈഡുകളിലൊക്കെ കയറി ഇറങ്ങി സിറാജിക്ക ഫ്രണ്ടുമായിട്ടാണ് മോഹിനിയാട്ടം സിനിമ കാണാൻ പോയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു റൈഡിന് കയറുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, ശരിക്കും എൻജോയ് ചെയ്ത്. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, വയറൊക്കെ എന്തൊക്കെയോ പോലെ വരുന്നുണ്ട്, വൊമിറ്റ് ചെയ്യുന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ റൂമിലേക്ക് വരികയും ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഇത്. നമ്മുടെ 3-4 ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു കഫേ ഓപ്പൺ ആക്കുന്നു. അതിന്റെ ഇനാഗുറേഷന് പോവുകയാണ് നമ്മളവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ സ്നാക്സും ചായയൊക്കെ കുടിച്ച് ഒരു കോഫിയാണ് ഞാൻ കുടിച്ചത്. കട്ട്ലേറ്റും സമൂസയൊക്കെ കഴിച്ച് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും പെട്ടെന്നൊക്കെ വരാനൊക്കെ പ്ലാൻ ചെയ്ത് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കൂട്ടുകാരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മാറും. നമ്മൾ ലേഡീസ് എല്ലാവരും കൂടെ നിന്നിട്ട് ഭയങ്കര വർത്താനം പറിച്ചിലും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് കുറെ നാൾക്ക് ശേഷം കാണുന്നവരും ഉണ്ടായിരുന്നു, അല്ലാത്തവരും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടി റിൻഷ എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുക, നമുക്ക് റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ യാത്ര പറഞ്ഞു ഒരു വഴി വരെ വന്ന് നിൽക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര താമസമാണ്. അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് നിസാമിന്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റിൻഷയും ഷമീറും നമ്മുടെ ഒപ്പം വരുന്നുണ്ടായിരുന്നു, മക്കളും. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് കുറച്ചേരം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു, കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞു. ഫുഡ് ആർക്കും വേണ്ട, ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട്. പിന്നെ തിരിച്ച് റൂമിൽ വന്നിട്ട് ഞങ്ങൾക്ക് വിശന്നപ്പോഴത്തേക്കും ഫ്രൂട്ട്സും കഴിച്ച് ഓരോ ബർഗറും കഴിച്ചു.